ഹിജറ വർഷത്തിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് മുഹറം എന്ന പവിത്രമായ മാസം നമ്മിലേക്ക് കടന്നു വരികയാണ്. മുഹറമാസം എന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ ആളുകളുടെ മനസ്സിൽ ഒരു തരം ഭീതിയാണ്, പേടിയാണ് തോന്നാറുള്ളത്. മുഹറമാസം അപകടകരമായ ചില കാര്യങ്ങളെ സംബന്ധിച്ച് അവരുടെ മനസ്സുകളിൽ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൻ്റെ പിറവിയെ ഹിലാല് കാണുന്നത് പോലും മറഞ്ഞു കാണാൻ പാടില്ല, തെളിഞ്ഞ അന്തരീക്ഷത്തിൽ കാണണമെന്നും മുഹറമാസ പിറവിയെങ്ങാനും മരച്ചില്ലകൾക്കിടയിലൂടെയോ വൃക്ഷശിഖരങ്ങൾക്കിടയിലൂടെയോ ബിൽഡിങ്ങുകളുടെ മറവുകൾക്കിടയിലൂടെയോ അതല്ലെങ്കിൽ അവ്യക്തതയോടുകൂടിയോ ഒക്കെ കണ്ടാൽ ആ ഒരു വർഷം മുഴുവനും ആപത്ത് സംഭവിക്കുവാനുള്ള സാധ്യതകളാണ് എന്ന് ഒരു വിഭാഗം പുരോഹിതന്മാർ ഈ സമൂഹത്തിൽ പണ്ട് കാലം മുതൽക്ക് തന്നെ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്ന കാര്യമാണ്. ഇന്നതൊക്കെ പറയുമ്പോൾ ഞങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു എന്നുള്ളതിന് തെളിവെവിടെ എന്നൊക്കെ ചോദിച്ചു വരുന്ന കാലമാണ്. എന്നാൽ ഇത് നാട്ടിൽ എല്ലാ പഴമക്കാരായ ആളുകളും സമ്മതിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. മുഹറമാസത്തെ സംബന്ധിച്ചൊരു ഭീതി ജനങ്ങൾക്കിടയിലില്ലേ? അത് മറഞ്ഞു കാണാൻ പാടില്ല എന്ന് പ്രത്യേകമായൊരു പേടി മനസ്സിലില്ലേ? അതുകൊണ്ട് തന്നെ മറ്റു മാസങ്ങൾക്കില്ലാത്ത നിലക്ക് മുഹറം പിറവി കാണുവാൻ വേണ്ടി ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് ആളുകൾ പോയി മാനത്തേക്ക് നോക്കാറ് പതിവില്ലേ? ഒക്കെ ഉണ്ടായിരുന്നു. അതാര് നിഷേധിച്ചിട്ടും കാര്യമല്ല. അതാരാണിവിടെ ആ ധാരണ ഉണ്ടാക്കിയത്? കേരളത്തിൽ സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അടരാടിയ മുജാഹിദ് പ്രസ്ഥാനമാണോ സമൂഹത്തോടത് പറഞ്ഞത്? നിങ്ങൾ മുഹറമാസം മറഞ്ഞു കണ്ടാൽ അപകടമുണ്ടാകുമെന്ന് പറഞ്ഞത് മുജാഹിദുകളാണോ? ഒരിക്കലും അവര് പറഞ്ഞിട്ടില്ല, അവര് പറയൂല. അപ്പൊ ഇവിടെ പാരമ്പര്യമായി ഇവിടെ നിലനിന്നു പോന്നവരാരോ? അവരാണല്ലോ ഇത് അവകാശപ്പെടാറുള്ളത്. ഞങ്ങളാണിവിടെ പാരമ്പര്യമായി റസൂലുള്ളാഹിയുടെ കാലം തൊട്ട് ഇന്ന് വരെ അണമുറിയാത്ത പരമ്പരയോടുകൂടി ഞങ്ങളാണിവിടെ നിലനിൽക്കുന്നതെന്നും വഹാബികൾ പിന്നീട് വന്നിട്ടാണ് ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് എന്നൊക്കെയല്ലേ പറയാറുള്ളത്. ആ നിങ്ങൾ പറയുന്ന വഹാബികൾ, ആ സലഫികൾ ഒരിക്കലും ഈ വിശ്വാസം പേറിയിട്ടില്ല, അത് പ്രചരിപ്പിച്ചിട്ടില്ല. കാരണം നമ്മുടെ നാട്ടിലുള്ള പഴമക്കാരും നാടന്മാരും ഒക്കെ ഇത് വിശ്വസിച്ചത് അവരെ ആരും മുജാഹിദുകൾ ആ നാട്ടിൽ അത് പറഞ്ഞു പഠിപ്പിക്കാനില്ലല്ലോ. അപ്പൊ ഇതിന്റെ ഉത്ഭവം നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാരിൽ നിന്ന് തന്നെ പകർന്നു കിട്ടിയതായിരുന്നു എന്നുള്ളതിന് അത് തന്നെ തെളിവാണ്. മാത്രമല്ല, മുഹറം ഏത് വിഷയത്തിനും ആളുകളെ സമീപിച്ചു കഴിഞ്ഞാൽ, മുസ്ലിയാക്കന്മാരെ സമീപിച്ചു കഴിഞ്ഞാൽ വീട് താമസമാക്കണം, കല്യാണം നിശ്ചയിക്കണം, യാത്ര പുറപ്പെടണം, കൃഷി തുടങ്ങണം, വാഹനം നടുറോട്ടിലിറക്കണം, ഇങ്ങനെയുള്ള കുറെ നല്ല പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഏത് ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിയാക്കന്മാരെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ പലപ്പോഴും പറയും മുഹറം 10 കഴിയട്ടെ, മുഹറം 10 കഴിയട്ടെ. മുഹറം 1 മുതൽ 10 വരെ നഹ്സാണ് ഷിയാക്കൾക്ക്. അവരാണ് ഈ വിശ്വാസം കേരളത്തിലും കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചത്. മുഹറം 1 മുതൽ 10 വരെ ശകുനത്തിന്റെ ദിവസങ്ങളാണ്, ദുഃഖത്തിന്റെ ദിവസങ്ങളാണ്, അന്ന് സന്തോഷകരമായ കാര്യങ്ങളൊന്നും ചെയ്യാവതല്ല എന്നുള്ള വിശ്വാസം നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതും ആഗോളാടിസ്ഥാനത്തിൽ ആ വിശ്വാസം വെച്ചു പുലർത്തുന്നതും ഷിയാക്കളാണ്. ആ ഷിയാക്കളുടെ പങ്കുപറ്റികളായി അവരുടെ ആദർശത്തെ സ്വീകരിച്ചവരായിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാർ തന്നെയാണ് പഞ്ചാംഗം, അറബി പഞ്ചാംഗം നോക്കിയിട്ട് അവരുടെ കലണ്ടറുകളിൽ ഇപ്പോഴും നഹ്സുകൾ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അത് മറ്റൊരു വിഷയമാണ്, ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ഒരു മുഹറത്തെക്കുറിച്ച് മാത്രമല്ല, സകല മാസത്തെക്കുറിച്ചും ഇവർക്ക് ഓരോ ദിവസങ്ങളെ കുറിച്ച് അതിൽ നഹ്സാണ്, അത് ദുശകുനത്തിന്റെ ദിവസമാണ്, ദുർദിനമാണ്, അപകടകരമായ ദിനമാണ് എന്ന വിശ്വാസമുണ്ട്. അത് നമുക്ക് വേറെ പറയാം. ഇപ്പൊ മുഹറവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ കഴിയട്ടെ, അതുകൊണ്ട് കല്യാണം ഇപ്പൊ നടത്തണ്ട, മുഹറം 10 കഴിഞ്ഞോട്ടെ. ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചു ചെന്നാലും പറയും മുഹറം 10 കഴിഞ്ഞോട്ടെ. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. എന്നിട്ട് അതൊക്കെ ഉൾക്കൊള്ളാൻ ഇപ്പോൾ അതൊന്നും ഞങ്ങൾ പറഞ്ഞതല്ല എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ഇപ്പോൾ പല മുസ്ലിയാക്കന്മാർ ചില അഭ്യാസങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്.
അവർ പറയാണ് അതൊക്കെ ശരി തന്നെയാണ്, അന്ന് മുഹറം 10 കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞത് അത് നഹ്സായതുകൊണ്ടോ അപകടം വരുമെന്ന് പേടിച്ചത് കൊണ്ടോ മോശപ്പെട്ടത് കൊണ്ടോ ഒന്നൊന്നുമല്ല. പിന്നെയോ അത് മുഹറം 1 മുതൽ 10 വരെ നമുക്ക് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മാസല്ലേ, അള്ളാന്റെ മാസല്ലേ, അത് നോമ്പെടുക്കാനും അതേപോലെ സൽക്കർമ്മങ്ങൾക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നീക്കി വെക്കണം. ആ തിരക്കിൻ്റെ അടിയിൽ ഈ കല്യാണവും കളിയാട്ടവും മറ്റു കാര്യങ്ങൾക്കൊക്കെ നീക്കി വെച്ചാൽ അത് നമുക്ക് നഷ്ടമാവില്ലേ എന്ന സതുദ്ദേശത്തോടു കൂടെയാണത് പറഞ്ഞത്. ആരോടാണ് ഇവർ ഈ രൂപത്തിലുള്ള ന്യായങ്ങളൊക്കെ പറയുന്നത്? തനിച്ച ഷിയായിസത്തിന്റെ വേരുകൾ ഹൃദയത്തിൽ വേരോട്ടം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണത് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ഷിയായിസം കടന്നു വന്ന വഴി എവിടുന്നാ? ഈ ഇബാദത്തിന്റെ പേരിൽ ഇബാദത്തുകൾക്ക് വല്ല നഷ്ടവും സംഭവിക്കുമെന്ന് പേടിച്ചിട്ടൊന്നുമല്ല. ഷിയാക്കളുടെ ഈ 1 മുതൽ 10 വരെയുള്ള ആചാരങ്ങളുണ്ട്. ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട പേരക്കിടാവ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ വെച്ച് ഒരു മുഹറം 10-നാണ് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടത് റളിയല്ലാഹു അൻഹു. ആ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൊലപാതകം നടന്നിട്ടുള്ള ആ മുഹറത്തിലെ ഈ ആദ്യത്തെ ഈ ദിനങ്ങളെ മോശമായി തന്നെ കാണുകയാണ് ഷിയാക്കൾ. അതുകൊണ്ട് അവർക്ക് സങ്കടമാണ്. അവര് മാറത്തടിച്ച് നിലവിളിക്കും, കഠാര കുത്തിയിറക്കും, രക്തം ഒലിപ്പിക്കും, ഒരുപാട് ദുരാചാരങ്ങൾ. അന്ന് ദുഃഖം ആചരിക്കുവാൻ വേണ്ടി അവർ മുഹറം 10 വരെയുള്ള ദിവസങ്ങളിൽ ഷിയാക്കൾക്ക് മെജോറിറ്റിയുള്ള സ്ഥലങ്ങളിലൊക്കെ അവരത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ വിശ്വാസം ഇത് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിലേക്ക് ഷിയായിസം കടന്നു വന്നത് ഏത് വഴിയാ? കൊണ്ടോട്ടി തങ്ങന്മാര് വഴിയാണ്. ഇന്നും കൊണ്ടോട്ടിയിൽ പോയി നോക്കൂ. കൊണ്ടോട്ടിയിലെ മുഹമ്മദ് ഷാ എന്ന് പറയുന്നയാളുടെ ദർഗ, ജാറം കെട്ടി ഉയർത്തിയിട്ടുള്ള ദർഗയുണ്ടല്ലോ, ആ ദർഗ കേരളത്തിൽ എവിടെയും ആ മോഡൽ ഒരു ദർഗ കാണൂല. ആ മോഡൽ ദർഗ കാണുക ഇറാനിലും പേർഷ്യയിലും ഒക്കെയാണ്. എന്താണ്? ഷീ തങ്ങളായിരുന്നു അയാളാണ് കൊണ്ടോട്ടി തങ്ങന്മാരെന്ന പേരിൽ കേരളത്തിലേക്ക് വന്ന ഷീ തങ്ങന്മാരായിരുന്നു. മുഹമ്മദ് ഷാ, മറ്റേ ഷാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഷാഹ് എന്നായിരുന്നു ഇവരൊക്കെ പേരിന്റെ അവസാനം. ഇവരാണ് കേരളത്തിൽ ഈ ഷിയായിസത്തിന് വിത്തുപാകിയത്. ഷിയായിസത്തിന്റെ ബീജം എവിടുന്ന? തനിച്ച ജൂതൻ ഉണ്ടാക്കിയത്. അബ്ദുല്ലാഹിബ്നു സബ എന്ന് പറയുന്ന തനിച്ച ജൂതൻ ഇസ്ലാമിന്റെ കുപ്പായം ഇട്ടുകൊണ്ട് മുസ്ലിമീങ്ങളിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് ആ കള്ളനുണ്ടാക്കിയതാണ് ഈ ഷിയായിസം എന്ന് പറയുന്ന പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ ആചാരങ്ങളും തനിച്ച ജൂതന്മാരുടെ ആചാരങ്ങളാണ്. അവരുണ്ടാക്കിയ ആചാരങ്ങൾ, ആ വിശ്വാസം കെട്ടിപ്പേറി പേർഷ്യയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് വിത്തുപാകിയത് ഈ കൊണ്ടോട്ടി തങ്ങന്മാരാണ്. ഇന്നും കൊണ്ടോട്ടി തങ്ങന്മാരുടെ അവിടെ നേർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ? അത് മുജാഹിദുകളാണോ? അപ്പൊ ഈ കൊണ്ടോട്ടി തങ്ങന്മാരാണ് ഈ വിധത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് ഇത് നമ്മൾ പറയുന്നതല്ല. സാക്ഷാൽ AP വിഭാഗത്തിലെ ഒരു തങ്ങള് ഇബ്രാഹിം ഖലീൽ ബുഖാരി അടക്കമുള്ള അവരുടെ തങ്ങന്മാരെ എന്ന് പറയുന്ന ആൾക്കാരെ ഒക്കെ ഒരു സ്ഥലത്തേക്ക് ഒരുമിച്ച് കൂട്ടി ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് അവിടെ വെച്ചിട്ട് ഒരു മുസ്ലിയാർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേരളത്തിലേക്ക് ഷിയായിസം വന്ന വഴി ഏതാണെന്നും അതേപോലെ തന്നെ ഈ ഷിയായിസത്തിന്റെ വിശ്വാസം പേറുന്നവര് നമ്മുടെ കേരളത്തിൽ സുന്നികളാന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് എന്നും അവരുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ് ഈ മുഹറം 1 മുതൽ 10 വരെ നഹ്സാണ് എന്നുള്ള വിശ്വാസം എന്നൊക്കെ തുറന്ന് പറയുന്നുണ്ട് ഒരു തങ്ങൾ കുടുംബത്തിലെ ആളെന്ന് പറയുന്ന ഒരു മുസ്ലിയാര്. ജൂത മജൂസി ഗൂഢാലോചനയുടെ പരമായി അബ്ദുല്ലാഹിബ്നു സബ എന്ന കള്ളൻ കൊണ്ടുവന്ന പ്രസ്ഥാനമാണിത്. അത് കേരളത്തിലേക്ക് ഈ ഷിയാക്കളുടെ ഈ ആചാരം കേരളത്തിലേക്ക് കൊണ്ടോട്ടി തങ്ങന്മാര് മുഖേന അവര് പല മെസ്മരീസവും ചെപ്പടി വിദ്യയൊക്കെ കാണിച്ചിട്ട് കേരളത്തില് ആ ഷാ മറ്റേ ഷാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ വിത്തുപാകിയതാണ്. അതിനെതിരെ അന്നത്തെ ആലിമീങ്ങളൊക്കെ ശബ്ദിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു. ആ വിശ്വാസം സുന്നികളാന്ന് പറയുന്ന ഓലെടുത്തും കയറിയിട്ടുണ്ട്. അവരുടെ വിശ്വാസമായിരുന്നു എന്ത്? 1 മുതൽ 10 വരെ നഹ്സാണ് എന്നുള്ളത്. അതല്ലാതെ നോമ്പ് നിസ്കാരോ ഇബാദത്തൊക്കെ ചെയ്യുന്നതിന് ഭംഗം വരരുതേച്ചിട്ട് പറഞ്ഞതാണ് എന്നല്ല. ഏത് ചരിത്രത്തെയാണ് നിങ്ങൾ ഇവിടെ ഇരുട്ടറയിൽ കുഴിച്ചു മൂടാൻ നോക്കുന്നത്?
നോക്കൂ നിങ്ങൾ, അദ്ദേഹം തന്നെ അത് കൃത്യമായി പറഞ്ഞു. മാത്രല്ല അയാൾ ഒന്നും കൂടെ പറഞ്ഞു, ഈ ദിവസങ്ങൾക്ക് ഇങ്ങനെ നഹസ് നോക്കണ ഈ പരിപാടിയില്ലല്ലോ, ഇത് ജൂതന്മാര് 10-40 ദിവസം അള്ളാഹു അവർക്കൊരു തീഹ് മരുഭൂമിയിൽ 10-40 ദിവസം അവർ വെറുതെ കറങ്ങി നടക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് ജൂതന്മാര് ആ രൂപത്തിലുള്ള ദിവസങ്ങളെ നഹ്സായി ആചരിക്കുന്ന പരിപാടി ജൂതന്മാർക്കാണ് ആ വിശ്വാസങ്ങളുള്ളത്. അവരാണ് കല്യാണം മുടക്കുന്നത്, വീട് കൂടൽ മുടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ജൂതന്മാരാണ്. ആ ജൂത സൃഷ്ടിയായ ഷിയാക്കളാണ് ഈ വിശ്വാസം പേറുന്നത് എന്ന് അയാൾ തുറന്ന അയാളുടെ പ്രസംഗത്തിൽ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? അപ്പൊ സഹോദരങ്ങളെ, ഇതാ പറയുന്നത്. ഇനി മാത്രല്ല, ഇന്നത്തെ സമസ്തയിൽ തന്നെ ഈ ഷിയായിസം പേറുന്ന ആളുകളില്ലേ, ഈ ഷിയായിസം പേറുന്ന ആളുകളാണ് കേരളത്തിലെ 2 സമസ്തയും അംഗീകരിക്കുന്ന സി ഹംസ എന്ന് പറയുന്ന വ്യക്തി. അയാൾ ഇന്നും കേരളത്തിലെ ഷിയാക്കളുടെ സംഘടനയായ സഖലൈൻ ഫൗണ്ടേഷന്റെ മുഖ്യ കാര്യദർശിയാണ്. ആ സഖലൈൻ ഫൗണ്ടേഷന്റെ വ്യക്തിയായ സി ഹംസ, അയാളാണ് ഇവിടെ ഷിയായിസത്തിന്റെ ഒരുപാട് പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്.